പഴം വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുത്തിട്ടുള്ളൊരു കായ്പോള ചെയ്ത് നോക്കാവേ. എല്ലാ പ്രാവശ്യവും നെയ്യിൽ വഴറ്റിയിട്ടാണ് കായ്പോള ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പം നമുക്ക് മലബാർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള കായ്പോള റെഡിയാക്കാം. ആദ്യം കുറച്ച് ഏത്തപ്പഴം എടുത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല പഴുത്ത പഴം വേണേ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്നട്ടും റൈസിൻസും ഇട്ട് ഇതുപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കണം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇട്ടിട്ട് ഇതുപോലെ പൊരിച്ച് കോരാം. ഒരുപാട് മുരിഞ്ഞ് കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഇതുപോലൊന്ന് പൊരിച്ച് കോരി എടുത്താൽ മതിയേ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 7 മുട്ട പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മൈദാമാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും ഏലക്കയുടെ കുരുവും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ആ അടിച്ചെടുത്ത കൂട്ടിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടാവേ. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച നട്ട്സും കിസ്മിസിനും അതിൻ്റെയും ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒരു പകുതി വേവാകുമ്പം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഏത്തപ്പഴം പൊരിച്ച് കോരിയതും പിന്നെ നട്ട്സും കിസ്മിസും ഇല്ലേ അതെല്ലാം ഇട്ട് കൊടുത്ത് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. കനം കുറഞ്ഞ പാത്രമാണെങ്കിൽ അടിയിലൊരു പാൻ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ കായ്പോള വെന്ത് കിട്ടും. എന്നിട്ട് തിരിച്ചിട്ട് ഇതുപോലെ ഒരു പാനിൽ അതിൻ്റെ ആ മുകൾ ഭാഗം കൂടെ ഒന്ന് മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ.